കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിക്കാന്ന് കരുതി. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എന്തിന് അഭിപ്രായം ചോദിക്കണം എന്നുള്ള കമന്റ് തീർച്ചയായിട്ടും വരും. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു നിങ്ങളോടൊരു അഭിപ്രായം ചോദിച്ചേക്കാമെന്ന്. കാരണം എന്താ വെച്ചാല്, എന്നെക്കുറിച്ച് വേവലാതി എൻ്റെ മാതാപിതാക്കളിലേക്കാട്ടിലും എൻ്റെ ഭർത്താവിനെക്കാട്ടിലൊക്കെ നിങ്ങളിൽ ഓരോരുത്തർക്കാണല്ലോ എന്നെക്കുറിച്ചുള്ള ആദിയുള്ളത്. അപ്പൊ പിന്നെ ഞാൻ കരുതി നിങ്ങളോട് തന്നെ ചോദിച്ചേക്കാമെന്ന്. എന്താണല്ലേ, അതെ, പലർക്കും ഉള്ളൊരു ടെൻഷൻ എന്താ വെച്ചാല്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നരകത്ത് പോവോ സ്വർഗത്ത് പോവോ എന്നുള്ളതാണ്. അപ്പൊ അവരോട് ഞാൻ അതിൻ്റെതായിട്ടുള്ള മറുപടി ഞാൻ കൊടുക്കുകയും ചെയ്തിട്ട്, നിലവിൽ ഞാൻ സ്വർഗത്തിലാണ് താമസിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാല്, ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ടോ, എന്നെ 10 പേര് അറിയുന്നത് കൊണ്ടോ, എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതുകൊണ്ടോ, ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല കേട്ടോ. ഞാനിപ്പം സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാനുള്ള ഏക കാരണം എൻ്റെ മാതാപിതാക്കളാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നു, മാതാപിതാക്കൾ എവിടെയാണോ അവിടെയാണ് സ്വർഗം എന്ന്. അതിലേക്കും അപ്പുറം ഒരു സ്വർഗം എനിക്ക് താല്പര്യമില്ല. കാരണം കുട്ടിക്കാലം തൊട്ടേ കേട്ട് വളർന്നൊരു സംഭവമുണ്ട്, ഉമ്മാൻ്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന്. ആ മാതാപിതാക്കളെ നോക്കുന്ന ആൾക്കാർക്കാണ് സ്വർഗം കിട്ടുക എന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ആ ലിസ്റ്റിൽ മുൻഗണന എനിക്ക് ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ അതല്ല ഇപ്പം എല്ലാവരും പറയുന്നത്. ഓൾറെഡി എനിക്ക് നരകത്തിൽ ഒരു സീറ്റ് റിസർവ് ആയി എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, നല്ല കാര്യമല്ലേ. നിങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി ഒരു സീറ്റ് റിസർവ് ആയി എന്നുള്ള ഒരു കാര്യം എനിക്ക് അറിയുമ്പോൾ അതിലെനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. നിങ്ങളിൽ ഓരോരുത്തരെത്തുന്നേക്കാട്ടിലും മുമ്പായിട്ട് എനിക്കവിടെ നരകത്തിലേക്ക് നല്ലൊരു സീറ്റ് തന്നെ പിടിച്ചു വെക്കാമല്ലോ. പിന്നെ അവിടുത്തെ വിറക് കൊള്ളിയാണ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, വിറകിനൊക്കെ ഇപ്പം എന്താ മക്കളെ വില അറിയോ? നിങ്ങള് വിറക് വാങ്ങാൻ പോയി നോക്കണം, അപ്പേ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. പോരാത്തതിന് നരകത്തിലാണെങ്കിൽ പോലും നയിച്ചിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഞാൻ നമ്മുടെ ദൈവം തമ്പുരാനോട് പറഞ്ഞിട്ട് ചെറിയൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. എന്താ വെച്ചാല്, നരകത്തിൽ ഇപ്പൊ എല്ലാവരും ഈ വറുത്തു കോരുക എന്ന് പറയുന്നുണ്ടല്ലോ. ഈ വറുത്തു കോരാനുള്ള എണ്ണ അത് ഞാൻ സപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മൂപ്പര് ഏകദേശം ഓക്കെ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് തന്നെ ആ ഒരു എനിക്ക് തന്നേക്കാം, നരകത്തിലേക്കുള്ള എണ്ണ ഞാനാണ് ഇറക്കി. വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാട്ടോ, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇറക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് ജോലി ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും കമൻ്റ് ഇടുക കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെടുത്ത് അഭിപ്രായം ചോദിക്കുന്നത് എന്താ വെച്ചാൽ, പലരും പറയുന്നതല്ല, പലരുടെയും ടെൻഷൻ എന്താണെന്നറിയോ? ഞാൻ മരിച്ചാൽ എന്നെ എവിടെ ഖബറടക്കും? എന്നെ ഖബറടുക്കുകയാണോ ചെയ്യുക? പള്ളിക്കാട്ട് കൊണ്ടുപോയി ഖബറടക്കുവോ? വീടിൻ്റെ പുറകിൽ കുയുകുത്തിങ്ങാനും മൂടുവോ? അല്ലെങ്കിൽ വീടിൻ്റെ തെക്കേ വശത്ത് കൊണ്ടുപോയി കത്തിക്കോ? ഇതൊക്കെയാണ് എല്ലാവരുടെയും ടെൻഷൻ. എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ ഭർത്താവിനോ ഇല്ലാത്ത ടെൻഷനാണ് ഈ നാട്ടുകാർക്ക്, ചില കോയമാർക്കൊക്കെ. കോയനെ നമുക്ക് അംസാന്നാക്കാനും കോയാന്നാക്കാനൊക്കെ പറ്റൂട്ടോ. അപ്പോൾ വേണേ അസംകോയാന്നും വിളിച്ചോളി. അപ്പോൾ ഈ കോയമാർക്കൊക്കെ എന്താ വെച്ചാൽ, എന്നെ ഈ പള്ളി കമ്മിറ്റിയിൽ നിന്ന് അങ്ങ് പുറത്താക്കും, പിന്നെ ഞാൻ എവിടെ 6 അടി മണ്ണിൽ ഉറങ്ങുമെന്നുള്ളൊക്കെ ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പള്ളി പരിസരത്താണെങ്കിൽ മാത്രമാണ് പള്ളിക്കാട്, അതുകൊണ്ടാണ് പള്ളിക്കാട് എന്ന് പറയുന്നത്. ഈ പള്ളി പരിസരത്തുള്ളത് മണ്ണാണ്, നമ്മുടെ വീടിൻ്റെ പുറകുവശത്തും ഉള്ളത് മണ്ണാണ്. അവിടെ ഒരു 6 അടി മണ്ണ് മാന്തിയിട്ട് അവിടെ കിടക്കാനും എനിക്കൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും പള്ളിക്കാട്ടിലേക്ക് എന്നായിരിക്കും ഞാൻ പോവുക. അതിനും ഞാൻ വേണ്ടാന്ന് വെക്കുക. എല്ലാവരുടെയും ടെൻഷൻ ഇതാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കത്തിക്കുകയാണോ, ബേക്കിൽ വെക്കുകയാണോ? ബേക്കിൽ എന്ന് വെച്ചാൽ വീടിൻ്റെ പുറകു വശത്ത് കുറച്ച് 6 അടി മണ്ണ് മാന്തിയിട്ട് അവിടെ വെക്കുകയാണോ, അല്ലെ എൻ്റെ മഹൽ കമ്മിറ്റി കയറ്റുമോ? ഇതൊക്കെയുള്ള ടെൻഷനുള്ള ആൾക്കാരോട് ഞാനൊരു അഭിപ്രായം ചോദിക്കുക. ഞാൻ
ഇങ്ങനെ ആലോചിച്ചപ്പം മെഡിക്കൽ കോളേജിലുള്ള പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബോഡി അങ്ങ് കൊടുത്താലോ എന്ന്, അതിനങ്ങ് എഴുതി കൊടുത്താലോ എന്ന് വിചാരിക്കാം. അപ്പം പിന്നെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, പിള്ളേർക്കും ഒരു ഉപകാരമായി. ഞാൻ വീടിൻ്റെ പുറകു വശത്ത് കിടക്കുകയാണോന്നോ, അല്ലെങ്കിൽ പള്ളിക്കാട്ട് കിടക്കുകയാണോന്നോ, അല്ലെങ്കിൽ എന്നെ വിറക് വെച്ച് കത്തിക്കുമെന്നോ, ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. എൻ്റെ ഭർത്താവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം ഇതിനോടകം നിറഞ്ഞതിൻ്റെ അതിൽ അദ്ദേഹത്തിൻ്റെ കണ്ണും കരളും എന്തൊക്കെ സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ എഴുതി കൊടുത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറയും, ബോഡി മാത്രം, ശരീരം മാത്രം നിങ്ങൾ ആർക്കും പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും എഴുതി കൊടുക്കല്ലേ, അത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത്. ഇപ്പം അദ്ദേഹം എഴുതി കൊടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് അദ്ദേഹം കണ്ണൊക്കെ ദാനം ചെയ്ത് വെച്ചതാട്ടോ. മരണശേഷം കൊടുത്തോളാനൊക്കെ ഉള്ള എന്തോ സൈൻ ചെയ്ത് വെച്ച പാർട്ടി ത്രൂ അവരൊക്കെ ചെയ്ത് വെച്ചതാണ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാനും ആ കാര്യത്തിന് അങ്ങ് ഇറങ്ങിയാലോ. കാരണം എൻ്റെ മരണശേഷം എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിലുള്ള പിള്ളേർ പഠിച്ചോട്ടെ. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊക്കെ ഉള്ള ചോദ്യത്തിനുള്ള ഉത്തരവാടാവുമല്ലോ. പിന്നെ എൻ്റെ പേരും പറഞ്ഞ് എന്നെ പള്ളിക്കാറ്റ് കയറ്റിയില്ല എന്ന് പറഞ്ഞ് തല്ലുകൂടേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നെ വീടിൻ്റെ വേക്കിൽ വെച്ച് എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നെ കത്തിച്ച് എന്ന് പറഞ്ഞിട്ട് കളിയാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നല്ലൊരു കാര്യത്തിലേക്ക് ഞാൻ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് അറിയണം, അത്ര മാത്രമേ ഉള്ളൂ. ഏതായാലും എന്നെ ചൊല്ലി മരിച്ചതിന് ശേഷം കടിപിടി കൂടുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതല്ലേ 10 പിള്ളേർക്ക് നമ്മളായിട്ട് പഠിക്കാനൊരു അവസരം കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ പോരട്ടെ, ഓരോരോ അസംഗോയക്കാരുടെ റിയാക്ഷൻ വീഡിയോസും പോന്നോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.